ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അശ്വിനോട് പറഞ്ഞ വാക്കുകളൊക്കെ തെറ്റായിപ്പോയി എന്നൊരു തോന്നൽ ശ്രുതിക്ക് വന്നു കേട്ടോ. അങ്ങനെ അശ്വിനോട് മാപ്പ് പറയാൻ ഒരുങ്ങുമ്പോൾ അശ്വിൻ പറയാണ്, എൻ്റെ മാപ്പൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അശ്വിൻ ശ്രുതിയെ പുറത്താക്കി വാതിലടക്കുന്നു. പിന്നീട് ശ്രുതി പൊട്ടിക്കരയാണ് കേട്ടോ. കരഞ്ഞും കൊണ്ട് ശ്രുതി ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് മുത്തശ്ശി കാണാൻ പിറകിൽ വിളിക്കുന്നു, മോളെ ശ്രുതി, നീ എങ്ങോട്ടാണ് ഈ ഓടിപ്പോകുന്നത്? അപ്പോഴേക്കും ശ്രുതി തൻ്റെ കണ്ണുകൾ അങ്ങ് തുടക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ശ്രുതി പറയാണ്, ഒന്നുമില്ല, നീ എന്നാ ഇവിടെ വന്നേ, ഈ പൂജക്കുള്ള സാധനങ്ങളാണ് ഇത്, പൂജക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് ഒരുക്കി വെച്ച് എന്ന് പറയുമ്പോൾ ശ്രുതി പെട്ടെന്ന് അത് വാങ്ങണം കേട്ടോ. കാരണം അശ്വിനോട് പറഞ്ഞത് ഒരിക്കലും പാടില്ലാത്ത വാക്കുകളായിരുന്നു. അവിശ്വാസിയായ ഇയാളൊക്കെ പൂജയ്ക്കിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞത് കൂടിപ്പോയി എന്നൊരു തോന്നൽ ശ്രുതിക്കുള്ളിൽ വരികയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി തട്ടെടുത്തിട്ട് പൂജ ചെയ്യുന്ന ആ ഭാഗത്ത് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കി വെക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ശ്രുതിയുടെ അച്ഛന് പായസം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ശ്യാം. അപ്പോൾ ആ പായസം ഇങ്ങനെ കുടിക്കാൻ ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ കുടിക്കുന്ന സമയത്ത് അവിടെ അമ്മായി ചോദിക്കുകയാണ്, ശ്രുതിയുടെ അച്ഛനോട് പറയണേ, എങ്ങനെയുണ്ട് ശ്യാം ഉണ്ടാക്കിയ പായസം? അടിപൊളിയല്ലേ? ഇവിടെ മറ്റാർക്കും ഇങ്ങനെ ഒരു പായസം ഉണ്ടാക്കാൻ കഴിയില്ല, ഇവന് പായസം ഉണ്ടാക്കുന്ന ഒരു തവണ കുടിച്ചാൽ വീണ്ടും കുടിക്കാൻ തോന്നും എന്നൊക്കെ പറയുമ്പോഴും ശ്രുതിയുടെ അച്ഛൻ്റെ ഉള്ളിൽ നേരത്തെ രാജകുമാരി, നീ സങ്കടപ്പെടാതെ നിൻ്റെ അടുത്തോട്ട് ഞാൻ വരുമെന്ന് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, അത് ശരിക്കും നെഞ്ചിലേറ്റിയിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഇത് ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇവനൊരു ഫ്രോഡാണോ എന്നൊരു സംശയം ശ്രുതിയുടെ അച്ഛൻ്റെ ഉള്ളിൽ വന്നു തുടങ്ങി കേട്ടോ. അങ്ങനെ ശ്രുതിയുടെ അച്ഛൻ ഇതിങ്ങനെ ആലോചിച്ച് പതുക്കെ ചെയറിൽ നിന്ന് നിൽക്കുമ്പോൾ ശ്രുതിയുടെ അച്ഛന് ചെറുതായി നെഞ്ചുവേദന വരികയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയുടെ അച്ഛൻ കുഴഞ്ഞും കൊണ്ട് അശോകൻ അവിടെ വീഴുകയാണ്. ഇത് കാണുന്ന പ്രീതിയും അമ്മായിയും അതുപോലെ ശ്രുതിയുടെ അമ്മയും കൂടി ഓടി വന്ന് നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് അവരെ വാരിയെടുത്ത് കട്ടിലേക്ക് എടുത്താണ്. അപ്പോഴേക്കും പ്രീതി കരച്ചിൽ തുടങ്ങി, എൻ്റെ അച്ഛനെ എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ ഷാമു പറയാണ്, പേടിക്കണ്ട, ഞാൻ ഡോക്ടറെ വിളിക്കാം, ഡോക്ടറെ ഇങ്ങോട്ടേക്ക് എന്നെ വിളിപ്പിക്കാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഡോക്ടറെ വിളിപ്പിക്കുകയാണ്. എന്നാൽ ഈ സമയം പൂജ വേണ്ട സാധനങ്ങളൊക്കെ മുത്തശ്ശി കൊടുത്തതുപോലെ ശ്രുതി ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അശ്വിൻ അങ്ങോട്ട് വരികയാണ്. എന്തിനാടി നീ ഇവിടെ കയറിയിരിക്കുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ കാര്യത്തിലൊന്നും നീ ഇടപെടരുതെന്ന്? അപ്പോൾ ശ്രുതി പറയണേ, എന്നോട് മുത്തശ്ശി പറഞ്ഞതാണ്. അപ്പോൾ ഉടൻ തന്നെ ഏത് മുത്തശ്ശി പറഞ്ഞാലും ഇതെൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഓർക്കപ്പെട്ട ദിവസമാണ്. ഈ ദിവസം എനിക്ക് തീരാ വേദനയാണ്, എൻ്റെ മനസ്സിൽ നിന്നും എന്നും പോവാത്തൊരു ദിനമാണ്. അതുകൊണ്ട് തന്നെ നീ എന്തിനിതിൽ കൈയിട്ടു? കാരണം നിനക്ക് ചെറുപ്പത്തിലെ ഒരു അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേദന എന്തെന്ന് നിനക്കറിയില്ല, അതിൻ്റെ സങ്കടം എന്തെന്ന് നിനക്കറിയില്ല. അത് പറഞ്ഞാൽ മനസ്സിലാവുന്നവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. നിനക്ക് ഈ പൊട്ടത്തരങ്ങളും ആൾക്കാരെ ദേഷ്യം പിടിപ്പിക്കലും ആൾക്കാരോട് ക്രൂരതകൾ ചെയ്യലും പൈസയും പണവും വാങ്ങലും ഇത് മാത്രമല്ലേ നിൻ്റെ ചിന്താഗതിയിലുള്ളൂ എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ഭയങ്കരമായി സങ്കടമാവണം കേട്ടോ. എന്നിട്ട് അശ്വിൻ പറയണം, മര്യാദക്ക് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങ് ഇറങ്ങിപ്പോവാൻ പറയാം കേട്ടോ. ഈ സമയം ശ്രുതി കരഞ്ഞും കൊണ്ട് പോവാണ്. ആ പറഞ്ഞ വാക്കുകൾ ശ്രുതിയെ ഒരിക്കലും മനസ്സിൽ നിന്ന് മായാത്തൊരു മുറിവായി മാറാണ്. അങ്ങനെ കരഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് അഞ്ജലി ബാക്കിൽ നിന്ന് വിളിക്കാണ്, മോളെ ശ്രുതി, നീ എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ പൂജ തുടങ്ങുന്നേ ഉള്ളൂ, ഇപ്പോഴേ നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയുന്നത് ആ വിളിക്കുന്നത് അശ്വിൻ കേൾക്കണം കേട്ടോ. അപ്പോൾ അശ്വിൻ ഇവരുടെ സംസാരം മാറി നിന്ന് കേൾക്കാണ്. അങ്ങനെ ശ്രുതി ഇങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അങ്ങനെ അഞ്ജലി വിളിച്ചത് കൊണ്ട് തന്നെ ശ്രുതി തൻ്റെ കണ്ണ് തുടക്കുകയാണ് കേട്ടോ. ഈ സമയം അഞ്ജലി വീണ്ടും ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ശ്രുതി അറിയാതെ തന്നെ അശ്വിൻ പറഞ്ഞ ആ വാക്കുകൾ വളരെ വേദനയായിട്ട് ശ്രുതി കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ നിറഞ്ഞൊഴുകണം കേട്ടോ. അപ്പോൾ ഈ സമയം എന്തിനാ മോളെ നീ കരയുന്നത്? എന്താ ഇവിടെ ഉണ്ടായത്? നിന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് അഞ്ജലി ചോദിക്കും, പിന്നെ എന്താ, നിനക്ക് നിൻ്റെ അച്ഛനെയും അമ്മയും ഓർമ്മയിൽ വന്നോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി തലയിട്ട് കാണിക്കും, ആ ഓർമ്മയിൽ വന്നു എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അഞ്ജലി പറയണേ, ചെറുപ്പത്തിലെ ഒരു അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരാൾക്കാണ് ഇങ്ങനെ അച്ഛനെയും അമ്മയും ഓർമ്മയിൽ വരുള്ളൂ. എന്തായാലും ശ്രുതി, അതുപോലെ ഒരു അച്ഛനെയും അമ്മയും നിനക്ക് കിട്ടിയില്ല, അത് തന്നെ നിൻ്റെ ഭാഗ്യമല്ലേ. അവരെ നഷ്ടപ്പെട്ടാലും വേറൊന്നും വന്നില്ല, എന്നാലും അച്ഛനും അമ്മക്കും തുല്യമാവില്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അശ്വിൻ കേൾക്കണം കേട്ടോ. അപ്പോൾ അശ്വിന് ഭയങ്കര സങ്കടമാവുകയാണ്. സ്വന്തം അച്ഛനും അമ്മയും എല്ലാം അവളുടെ കൂടെ നിൽക്കുന്നത് എന്ന സങ്കടം അശ്വിന് തോന്നുകയാണ്. എന്നിട്ട് താൻ അവളോട് പറഞ്ഞത് വളരെ ക്രൂരതയുള്ള വാക്കുകൾ, അതൊരിക്കലും പറയാൻ പാടില്ലായിരുന്നു എന്നൊരു കുറ്റബോധം അശ്വിൻ്റെ ഉള്ളിൽ വരാൻ കേട്ടോ. ഈ സമയം ശ്രുതി പോകാൻ ഒരുങ്ങുമ്പോഴേക്കും അഞ്ജലി പറയാണ്, ശ്രുതി നീ പോവല്ലേ, ഇവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് ശ്യാമു ഡോക്ടറെ വിളിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ ശ്രുതിയുടെ അച്ഛനെ ഇങ്ങനെ ചെക്ക് ചെയ്യണം. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, ഞാനൊരു ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഷാമിൻ്റെ കൂടെ അങ്ങ് പുറത്തോട്ട് പോവാണ് കേട്ടോ. ഈ സമയം പുറത്ത് ചെന്ന ഡോക്ടർ പറയാണ്, ഇവർക്ക് ടെൻഷനുള്ള കാര്യങ്ങളൊന്നും കേൾക്കരുത്, ഇതൊരു ചെറിയൊരു അറ്റാക്കിൻ്റെ തുടക്കമാണ്, എന്തായാലും പേടിക്കാനൊന്നുമില്ല, ഇനി എന്തെങ്കിലും ലക്ഷണം കാണുകയാണെങ്കിൽ അപ്പം തന്നെ എന്നെ കോൺടാക്ട് ചെയ്യണം, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും കേട്ടോ. ഷാമിനോട് ഈ വാക്കുകൾ പറഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഷാം ഇങ്ങനെ ഓരോന്നിങ്ങനെ മനസ്സിൽ ഓരോന്ന് കണക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ. ആ സമയം പ്രീതി അങ്ങോട്ടേക്ക് വരികയാണ്. പ്രീതി പറയണേ,
ഇത് ശ്രുതിയെ പെട്ടെന്ന് അറിയിക്കണം, അതുകൊണ്ട് അഞ്ജലിക്കൊന്ന് വിളിക്കുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ സംസാരിച്ചോളാം, നിങ്ങളുടെ ഫോണിൽ നിന്ന് അഞ്ജലിക്ക് വിളിക്കുമോ എന്ന് ചോദിച്ച ഉടനെ ശ്യാമ ആകെ പെട്ടു കേട്ടോ. താൻ എന്ത് പറയണം എന്നറിയാതെ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അതേ സമയം തൻ്റെ ഫോണിൽ നിന്ന് അഞ്ജലിക്ക് വിളിച്ചു കഴിഞ്ഞാൽ താൻ അഞ്ജലിയുടെ ഭർത്താവാണെന്ന് ഇവർക്കറിയില്ല. പക്ഷേ അഞ്ജലിക്ക് അറിയാലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ഇപ്പുറത്താണെങ്കിലും ശ്രുതിയുടെ അച്ഛൻ ശ്യാമിൻ്റെ ഫോണ് ഇങ്ങനെ റൂമിൽ വെച്ച് മറന്നു പോയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ആ ഫോണ് പതുക്കെ എടുത്തിട്ട് ആ നമ്പർ എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ശ്യാം അയ്യോ എൻ്റെ കയ്യിൽ ഫോണില്ല, റൂമിൽ മറന്നു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റൂമിലോട്ട് പോവാണ്. ഈ സമയം അശ്വിനാണെങ്കിലോ ശ്രുതിയോട് പറഞ്ഞതൊക്കെ തെറ്റായിപ്പോയി, അവളോട് മാപ്പ് പറയണം, ഒരച്ഛനും അമ്മയും ഇല്ലാത്ത വേദന എന്തെന്ന് എനിക്ക് നന്നായി അറിയാം, അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ശ്രുതി കടന്നു പോകുന്നതെങ്കിൽ എൻ്റെ അടുത്ത് തെറ്റുപറ്റി, ഇങ്ങനെയുള്ള വാക്കുകൾ അവളോട് പറയാൻ പാടില്ലായിരുന്നു എന്ന് കരുതിയിട്ട് അശ്വിൻ ശ്രുതിയെ തേടി വരികയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിയെ അവിടേക്ക് തേടുമ്പോൾ ശ്രുതിയെ കാണുന്നില്ല. ഇത്ര പെട്ടെന്ന് ഇവളെങ്ങോട്ടാണ് പോയത് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഇപ്പുറത്തോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ അവിടെ ശ്രുതി ഇങ്ങനെ നിൽക്കുന്നത് കാണാം കേട്ടോ. ശ്രുതി ഒരാളോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, പൂജാരിയോടായിരിക്കും. അപ്പോൾ ആ സമയം അവിടുത്തെ പണിക്കാരൻ ഇവരുടെ അടുത്തോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അയാൾ പറയാണ്, അശ്വിൻ സാറിൻ്റെ മൊബൈൽ റൂമിൽ കൊണ്ടുവെക്കണോ, എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അശ്വിൻ പറയാണ്, തനിക്കറിയില്ലേ ഇവിടെ പൂജ ചെയ്യാന്ന്, അത് റൂമിൽ കൊണ്ടുവച്ചോളൂ, ഇപ്പോഴൊരു ഫോൺ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല ഞാനെന്ന് പറഞ്ഞിട്ട് അയാളോട് ആ മൊബൈൽ കൊണ്ടുവെക്കാൻ പറയുന്ന സമയം കൊണ്ട് ശ്രുതി അവിടെ നിന്നും പോയിട്ടുണ്ടാവും കേട്ടോ. ഇതേസമയം ശ്രുതിയോട് സംസാരിക്കാൻ വേണ്ടി അശ്വിൻ ഓടി വരുമ്പോഴേക്കും ശ്രുതി പോയിരിക്കുന്നു. അപ്പോൾ അശ്വിൻ എവിടോട്ടാണ് ശ്രുതി പോയത്, ശ്രുതിയെ ഒന്ന് കണ്ടെങ്കിൽ, ശ്രുതിയെ ഒന്ന് കിട്ടിയെങ്കിൽ, അവളോട് പറഞ്ഞ വാക്കുകൾ കൂടിപ്പോയി എന്ന കുറ്റബോധത്തിൽ അശ്വിൻ നിൽക്കുമ്പോൾ ശ്രുതിയുടെ വീട്ടിലോട്ടായിരിക്കട്ടെ പോയിട്ടുണ്ടാവുക. ഇതേസമയം ശ്രുതിയുടെ അച്ഛൻ ടാബിളിൽ ഇരിക്കുന്ന ശ്യാമിൻ്റെ ഫോൺ എടുക്കാൻ. അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ എൻ്റെ രാജകുമാരി നിൻ്റെ അടുത്തോട്ട് ഞാൻ വരും, നീ പേടിക്കണം, നീ സങ്കടപ്പെടണ്ട എന്നൊക്കെ ആ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ മനസ്സിൽ ഇവൻ ശരിയല്ല, ഇവന് ആരോ ഉണ്ട്, എന്നിട്ട് എൻ്റെ മക്കളെ വഞ്ചിക്കാൻ വേണ്ടി വന്നതാണോ എന്നറിയാൻ വേണ്ടി ആ ഫോൺ നമ്പർ എടുക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഈ ശ്യാം കയറി വരുന്നു കേട്ടോ. അപ്പോൾ ശ്യാമിനെ കണ്ട ഉടനെ തന്നെ ശ്രുതിയുടെ അച്ഛൻ ഫോൺ അവിടെ വേഗം വെച്ച് എന്നിട്ട് ഇങ്ങനെ കിടക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ശ്രുതി പുറത്തു വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ശ്യാമാണെങ്കിലോ ശ്രുതിയുടെ അച്ഛനെ എന്തോ കാണിക്കാനുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ വരുന്ന സമയമായിരിക്കും. ഇതേ സമയം ശ്രുതിയോട് വന്ന പാടെ അമ്മായി പറയാണ്, അച്ഛനെ ഇന്ന് ചെറിയൊരു അറ്റാക്ക് പോലെ കണ്ടു എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പിന്നീട് ഒന്നും നോക്കില്ല, താൻ ആ റൂമിലോട്ട് അങ്ങ് ഇടിച്ച് കയറുകയാണ്. എന്നാൽ ശ്യാമാണെങ്കിലോ ഈ ശ്രുതിയുടെ അച്ഛനെ എന്തോ കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, ദേഷ്യത്തോടു കൂടി ഈ ശ്രുതിയുടെ അച്ഛനുടെ അടുത്തോട്ട് പോകുമ്പോഴാണ് ശ്രുതി അത് തട്ടി മാറ്റിയിട്ട് തൻ്റെ അച്ഛനെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് ഈ ശ്യാമിൻ്റെ യഥാർത്ഥ മുഖം കാണാൻ കഴിയില്ല. ഇനി എന്തായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ശ്യാമും ശ്രുതിയുമായിട്ടുള്ള വിവാഹ നിശ്ചയമാണ്. അതിനിടയ്ക്ക് ശ്രുതിയുടെ അച്ഛൻ എല്ലാ സത്യങ്ങളും അറിയും, അഞ്ജലിയാണ് ശ്യാമിൻ്റെ ഭാര്യ എന്നുള്ള സത്യം അറിയൂ കേട്ടോ. ഇനിയാണ് അശ്വിന് യഥാർത്ഥ പ്രണയം പൂവിടുന്നത്. ശ്യാമും ശ്രുതിയും വിവാഹ നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാണെന്ന് അറിയാതെ ശ്രുതിയുടെ വിരലിൽ മോതിരം കിടക്കുമ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട് ശ്രുതിയോട്, നീ എന്തുകൊണ്ട് നിൻ്റെ വിവാഹ നിശ്ചയം എന്നോട് പറഞ്ഞില്ല, നീ ആരോട് ചോദിച്ച് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിന് മുന്നേ ഈ ശ്രുതിയുടെ വിരലിൽ മോതിരം അണിയുന്നത് അത് അശ്വിൻ തന്നെ ആയിരിക്കട്ടെ, ശ്യാമിനെ അണിയാൻ പറ്റില്ല. അതിനു മുന്നേ അശ്വിൻ അണിയുന്ന എപ്പിസോഡാണ് ഇനി അടുത്ത ആഴ്ച കഴിഞ്ഞാൽ വരാൻ പോകുന്നത് കേട്ടോ.